ഹായ് ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലെ തന്നെ നല്ലൊരു മഴ പെയ്തിട്ട് തോർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റപ്പത്തിന് ഉമ്മ ഓനക്ക് കിഴങ്ങൊക്കെ ഉണ്ടാക്കിയിട്ട് സെറ്റാക്കിക്കൊണ്ടു കേട്ടോ. ഇപ്പോൾ കുറേ ദിവസമായിട്ട് കിഴങ്ങ് തന്നെയാണ്, സോയാബീനൊന്നും കൊണ്ടുപോകൽ തന്നെ അല്ല കേട്ടോ. ഞാൻ എണീറ്റിട്ട് രാവിലെ നേരത്തെ എന്താ പറയുക, ഇങ്ങനെ കിഴങ്ങ് അല്ലെങ്കിൽ സോയാബീൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ മാറ്റി മാറ്റി കൊടുക്കും കേട്ടോ. ഇപ്പോൾ ഉമ്മ ഓനക്ക് കിഴങ്ങുള്ളു പറ്റാറുണ്ട്, ദിവസം കിഴങ്ങിനെയാണ് കേട്ടോ. സോയാബീൻ്റെ പാത്രം അനങ്ങിയിട്ട് തന്നെ അല്ല കേട്ടോ. അങ്ങനെ ഞാൻ എണീറ്റിട്ട് ഓനക്ക് ഈ സ്നാക്സും കാര്യങ്ങളൊക്കെ ആക്കി വെള്ളമൊക്കെ ആക്കിയിട്ടും അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനതൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ ഡെയിലി ഓനക്ക് സ്കൂൾക്ക് 2 വരെ കോപ്പിയിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സൊക്കെ എഴുതണം കേട്ടോ. അപ്പോൾ അതിൽ ആ സംഭവം ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ അത് രാവിലെ എഴുതിപ്പിച്ചിട്ട് ആളങ്ങനെ പോയിട്ടോ. ആൾ പോയതിന് ശേഷം ഒരു 9:30 ഒക്കെ ആയിട്ടാട്ടെ ഞാനും ഉമ്മയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ. നല്ല അപ്പവും മുട്ടക്കറിയും ചായയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ചായയുടെ കളർ കണ്ടില്ലേ, കട്ടൻ ചായ ആണെങ്കിൽ നമ്മൾ ആ ചായയുടെ ഉള്ളിൽ കൂടെ എന്താ പറയുക, അതിൽക്കൂടെ നോക്കിയാൽ നമുക്ക് അപ്പുറം കാണാൻ കഴിയും കേട്ടോ. അത്രയും തെളിഞ്ഞ ചായക്കാരൻ, തീരെ പൊടി വേണ്ട കേട്ടോ. കട്ടൻ ചായക്ക് ഞങ്ങൾക്ക് പൊടിയേ വേണ്ട. ഇന്ന് പാൽ ചായ ഉണ്ടാക്കുകയാണെങ്കിലോ അതിൽ എനിക്ക് കേട്ടോ, ഉമ്മാക്ക് പിന്നെ ഏത് ചായക്കാണെങ്കിലും പൊടി പറ്റൂല, മധുരവും പറ്റൂല. അപ്പോൾ രാവിലെ മധുരം ഇല്ലാതെ കഴിക്കും കേട്ടോ. ഉമ്മ ഉണ്ടാക്കണം എങ്ങനെയാണെങ്കിൽ അതേപോലെ കഴിക്കും. പക്ഷെ വൈകുന്നേരം ആയപ്പോൾ നല്ല സ്ട്രോങ്ങിൽ പാൽ ചായ കിട്ടിയിട്ടുണ്ടെങ്കിൽ സമാധാനമല്ല കേട്ടോ. അങ്ങനെ നമ്മളെ പുതിയ ബെഡ്ഷീറ്റാട്ടോ. എല്ലാ ദിവസവും എന്താ പറയുക, അധികം നിങ്ങൾ വീഡിയോസിൽ കാണുമ്പോഴും എന്താണ് അധികം സെയിം ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ആക്കാരം. അപ്പോൾ നമ്മളെ പുതിയ കളറിൽ നല്ല ബ്യൂട്ടിഫുള്ളായി കാണാൻ രസമുള്ള ഒരു ബെഡ്ഷീറ്റായിട്ട് നമ്മൾ ഇപ്പോൾ മറ്റേ റൂമിൽ ഇപ്പോൾ ഞാൻ വിരിച്ചത്. പിന്നെ ഇതുപോലത്തെ സാഹസത്തിനൊക്കെ ഉമ്മ എന്നെയായിട്ട് വിളിക്കൽ. നമ്മൾ കറണ്ട് പോയ കത്തുന്ന ബൾബ് ഒരു സൈഡിലുണ്ട്, അപ്പോൾ ഒരു സൈഡിലും പാടെ ഇട്ടാൽ നല്ല ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പണ്ട് മുതലേ എന്താ പറയുക, ഉമ്മ ഇതുപോലെ കയറാനും മറിയാനും അങ്ങനത്തെ സംഭവത്തിനൊക്കെ എന്നെയായിട്ട് വിളിക്കുക. അന്നൊന്നും പിന്നെ ഇത്രയും വെയിറ്റ് ഇല്ല, അന്നൊക്കെ ഞാൻ തീരെ തടിയില്ലാതെയായിരുന്നു. ഇപ്പോൾ പിന്നെ കുറച്ചേലും ഇങ്ങനെ തടിയുണ്ട്. അന്നും ഞാൻ ഇതേപോലെ മേലെ കയറിയിട്ടും അടിയിൽ കയറിയിട്ടും മരത്തമ്മ കയറിയിട്ടും അങ്ങനെ ചെയ്ത് ഉമ്മാക്കൊക്കെ ചെയ്ത് കൊടുക്കേണ്ട എല്ലാ മേലേക്കും അടിയൊക്കെ കയറിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്യും കേട്ടോ. അതുപോലെ വാർപ്പിൻ്റെ മുകളിൽ കയറിയിട്ട് ഉമ്മാക്ക് അടിച്ചു കൊടുക്കുക. പണ്ടൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ വാർപ്പിൻ്റെ മുകളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുമല്ലോ, അതൊക്കെ വൃത്തിയാക്കുക. പിന്നെ വാർപ്പിൻ്റെ മുകളിൽ കയറിയിട്ട് നമ്മൾ തൂങ്ങി നിൽക്കണ മാങ്ങ കറക്കുക. അങ്ങനെ പറഞ്ഞാൽ തീരൂല കേട്ടോ. ചെറിയ കുട്ടിയാകുമ്പോൾ കാട്ടാത്ത അങ്ങനെ എവിടെ എത്താത്തൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഇങ്ങനത്തെ എല്ലാ ആവശ്യത്തിനും ഉമ്മ എന്നിട്ട് വിളിക്കുക. അങ്ങനെ നമ്മൾ അടിക്കലും തുടക്കലും എല്ലാ പണിയും കഴിഞ്ഞ് ഉമ്മ നല്ല കേബേജ് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ സെറ്റായിട്ടോ. പിന്നെ ഷേജുവിനെ കുളിപ്പിച്ചിട്ട് ഇതാ ആളെ കുപ്പായൊക്കെ ഇട്ട് മാറ്റി സെറ്റാക്കി കൊടുത്തിട്ടോ. ഭയങ്കര കളിയിലാണ് കേട്ടോ. പിന്നെ അർജൻറ്റീന എന്ന് പറഞ്ഞുകൊടുത്താൽ അജിയ അജിയ എന്നും പറയും, മെസ്സി എന്നൊക്കെ പറയും കേട്ടോ. എന്തായാലും ഇന്നലെ നിങ്ങളെല്ലാവരും ചിലപ്പോൾ കളി കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഞാൻ എന്തായാലും ഇത്രയും ദിവസത്തിനിടയിൽ ഞാനൊരു അർജൻറ്റീന ഫാനാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗിൽ ഇത് പറയാൻ കാരണം ഇന്നലെ ഞാൻ കളി കണ്ടിരിക്കണു. പിന്നെ എന്താ വിളി ഇനിയിപ്പോൾ ഈ വ്ളോഗിൽ ഇത് പറയുന്നത് കരുതട്ടോ. ഇപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ കളി കാണാത്തവരും ഫുട്ബോളിനെ കുറിച്ച് അറിയാത്തവരൊന്നും ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇന്നലെ കളി ഉണ്ടായിരുന്നു, കുറേ ദിവസത്തിന് ശേഷം ഞാൻ ഇന്നലെ കളി കണ്ടു കേട്ടോ. അപ്പോൾ എന്താ പറയുക, അതിന് പല വിമർശനങ്ങളുണ്ട്. നമ്മളെന്താ പറയുക, പൈസ കൊടുത്ത ആൾ നിർത്തിയതാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എങ്ങനെ ആയാലും നമ്മൾ അവസാന നിമിഷത്തിലാണ് ആ 3 ഗോൾ അടിച്ചത് കേട്ടോ. അങ്ങനെ അടിച്ച് നമ്മൾ ശരിക്കും എന്താ പറയുക, ഇപ്രാവശ്യം പൊട്ടിപ്പോകുമെന്ന് കരുതിയതാണ്. പക്ഷെ അവസാന നിമിഷത്തിൽ നമ്മളങ്ങോട്ട് എന്താ പറയുക, നമ്മളെ തോട്ടിനെ തന്നെ അങ്ങോട്ട് മാറ്റി ചിന്തിക്കുന്ന രീതിയിലാക്കാരട്ടെ കളി ഉണ്ടാവൽ. എന്തായാലും നമ്മളെ ടീം ജയിച്ചിട്ട് അർജൻറ്റീന. അങ്ങനെ ഇനി എന്തായാലും ഇനി പൊട്ടിപ്പോയാലും കുഴപ്പമില്ല, ഇതുവരെ എന്തായാലും നമ്മൾ എത്തിക്കിട്ടിയില്ലേ. ഇനി നമ്മളെ കളിയാക്കണ്ടവർക്ക് പലതും കളിയാക്കണ്ടാവും കേട്ടോ. അവരൊക്കെ അങ്ങനെ ട്രോളട്ടെ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളും ഓരോരുത്തർക്കും ഓരോ ടീമും ഉണ്ടാവുമല്ലോ. നമുക്ക് അർജൻറ്റീന മെസ്സിയായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എൻ്റെ കാക്കും അങ്ങനെയൊക്കെ എന്താ പറയുക ബ്രസീലാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ മുതൽ എനിക്ക് കാക്കു ഒരു തൊയ്ര്യം തന്നിട്ടില്ല കേട്ടോ. നിങ്ങൾ കള്ളക്കളിയാണ്, എന്താണ് റഫറിക്ക് പൈസ കൊടുത്തതാണ്, അതാണ് ഇതാണ് ഇങ്ങനെ പറഞ്ഞ് കളിയാക്കൽ തന്നെ കേട്ടോ കാക്കുൻ്റെ പണിയും. കാക്കോടെ പറഞ്ഞോട്ടെ, ഞാൻ എൻ്റെയും പറയും, കാക്കുൻ്റെയും പറയും കേട്ടോ. അങ്ങനെ ഈവനിങ് ആയി, നമ്മൾ
കുറച്ച് കോറ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതൊക്കെ നമ്മൾ അരച്ചിട്ട് എന്താണ് ഷേസു ബേബിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഉച്ചക്ക് നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പോൾ നാളെ എന്തോ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം ഇന്ന് ഭയങ്കര മഴയും കാറ്റും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് ഇന്ന് വൈകുന്നേരം നമ്മളെ വല്യപ്പാൻ്റെ വല്യമ്മാൻ്റെയും മൗലൂദ് ഉണ്ട് കേട്ടോ. തറവാട്ടിലാണ്. നമ്മൾ എന്താ പറയുക, ഉമ്മ ഈ വല്യമ്മ മരിച്ച ദിവസം ആയാലും ഉമ്മ ഇവിടെ മൗലൂദും കാര്യങ്ങളൊക്കെ ചെല്ലും. അങ്ങനെ ഉസ്താദിനെ കൊണ്ടൊക്കെ ദ്വാർപ്പിക്കലൊക്കെ ഉണ്ട് കേട്ടോ. ചെയ്യിപ്പിക്കലൊക്കെ ഉണ്ട് കബർമ പോയിട്ട്. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ പിന്നെ പാടത്തെ പെരയിലാവുകൊണ്ട് നമുക്ക് ഇങ്ങനെ തറവാട്ടിൽ മൗലൂദ് ഉണ്ടാക്കലുണ്ട് കേട്ടോ. പക്ഷേ രാത്രി ഉപ്പല്ലാത്ത ടൈമിലും രാത്രി പോവാനും വരാനൊക്കെ ബുദ്ധിമുട്ടാവുകൊണ്ട് ഞങ്ങൾ ഇതുവരെ ഇപ്പോൾ കഴിഞ്ഞ ഇതിലൊന്നും ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ. ഉമ്മ ഇവിടെ വീട്ടിൽ ചെല്ലും. അപ്പോൾ ഇപ്രാവശ്യം ഇപ്പോൾ എന്തായാലും നമ്മൾ തറവാടിൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ നമ്മളെ വീട്. ഇപ്പോൾ എളാപ്പാൻ്റെ വീടാണെങ്കിലും തറവാടാണെങ്കിലും അമ്മായിയുടെ വീടൊക്കെ ആണെങ്കിലും ഇവിടെ അടുത്താണ്. അപ്പോൾ നമ്മളെന്തായാലും മൗലൂദിന് പോകണമെന്ന് കരുതുന്നുണ്ട്. അങ്ങനെ നമ്മൾ നല്ല ചായ ഉണ്ടാക്കിട്ടോ. എനിക്ക് ഈ ടൈം ആകുമ്പോൾ ഭയങ്കര വിശപ്പാണ്. ഇപ്പം ഇങ്ങനെ 24 മണിക്കൂറും തിന്നണ ഒരു എന്താണ് രീതിയൊന്നും എനിക്കില്ല കേട്ടോ. ഇപ്പം അങ്ങനെ വിശക്കുമ്പോൾ മാത്രമുള്ള കഴിക്കൽ. രാവിലെ ഫുഡ്, ഉച്ചക്ക്, പിന്നെ വൈകുന്നേരം കേട്ടോ. അതിൻ്റെ ഇടയിൽ 10 മണിക്കത്തെ ഫുഡൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നല്ല പഴം പിഴുങ്ങിയതും ഒരു മുട്ടയൊക്കെ കഴിച്ച് നല്ല ചായയും കുടിച്ചിട്ടോ. ശരിക്കും നമുക്ക് ഇതുപോലെ എന്താ പറയുക, ഒരു പഴം, അതുപോലെ ഒരു മുട്ട, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാൽ, അല്ലെങ്കിൽ പാൽ ചായ, ഇതൊക്കെ നമ്മൾ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചാലും അന്നത്തെ ദിവസം അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളെ വിശപ്പൊക്കെ മാറിട്ടോ. അങ്ങനെ ഞാനും ഷേസ് ബേബി റെയിൽ ബേബിയൊക്കെ മാറ്റി സെറ്റാക്കിയിട്ട് നമ്മൾ തറവാട്ടിലേക്ക് പോകാം കേട്ടോ. ഞങ്ങൾ നടന്നിട്ടാട്ടോ പോകുന്നത്. നമുക്ക് എന്താ പറയുക, ഏകദേശം നടന്ന് പോകേണ്ട ഒരു ദൂരമുള്ളൂ കേട്ടോ. അല്ലാതെ ഇങ്ങനെ നമുക്ക് കുറേ ദൂരം പോകുന്നു വേണ്ട. അങ്ങനെ അവിടെ എത്തിയിട്ട് നമ്മൾ മൗലൂദും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും, അധികം കുറേ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. നമ്മൾ എന്താ പറയുക, എളാപ്പ, അമ്മായികൾ, അവരെ കുട്ടികൾ, ഞങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഉസ്താദ് മൗലൂദൊക്കെ ചൊല്ലി കഴിഞ്ഞ് പോയതിന് ശേഷം നല്ല പൊറാട്ടയും പത്തിരിയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്വീറ്റ്സ് ആയിട്ട് ലഡുവും ജിലേബി അലുവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു സന്തോഷം തന്നെയല്ല. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.